ഹായ്, വെൽക്കം ബാക്ക് ടു പ്ലാൻ ലവേഴ്സ്. നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ ഈ ചൈനീസ് ബോൾസം നമ്മൾ നട്ടതും അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഇനി ഇതിന് ഞാൻ എന്തോ വളം കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ വളർച്ചയൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇന്ന് ആ വീഡിയോയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മളിപ്പം കുറച്ച് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുകയാണ്. സാഫാണ് ഉപയോഗിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അന്ന് നട്ടിരുന്നപ്പം നിങ്ങൾക്ക് മനസ്സിലായിരുന്നല്ലോ, ചെറിയ പ്ലാന്റ് അല്ലായിരുന്നു. ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് വരുന്നിട്ടുണ്ട്. പ്ലാന്റൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. ആ സെയിം പ്ലാന്റ് തന്നെയാണ്. ഞാൻ ഇടയ്ക്ക് അതിന് കുറച്ച് ചാണകവെള്ളം പുളിപ്പിച്ചത് കലക്കി ഒഴിച്ചായിരുന്നു, ഇരട്ടി വെള്ളം ചേർത്ത്. അല്ലാതെ വേറെ വളങ്ങളൊന്നും നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ല. ചാണകവെള്ളം മാത്രം കലക്കി ഒഴിച്ചതേ ഉള്ളൂ. നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. നമ്മൾ സാഫ് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിനെല്ലാം സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വളം ഇട്ട് കൊടുക്കാം. പ്ലാന്റൊക്കെ നമ്മൾ നട്ടിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. ഈ പ്ലാന്റൊക്കെ നമ്മൾ നട്ടിട്ട് നിങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ നിൽക്കുന്ന മിനിയേച്ചർ ബോൾസമാണ് ഇതൊക്കെ ഹൈബ്രിഡ് ബോൾസം, ചൈനീസ് ബോൾസമാണ്. ഇതും മിനിയേച്ചർ ബോൾസമാണ്. ഇതിനെല്ലാം നമ്മളിപ്പം സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ, ഇതിന് നമ്മൾ വളം ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ നട്ട പ്ലാന്റിന് മാത്രമേ നമ്മൾ ഇപ്പം വളം കൊടുക്കുന്നുള്ളൂ. ഇതിന് നമ്മൾ വളം കൊടുക്കാറായില്ല, ഒരാഴ്ച ആയതേ ഉള്ളൂ. ഇതൊക്കെ നട്ടിട്ട് നമ്മൾ എല്ലാം നല്ല ആരോഗ്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഇതാണ് വളം ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ നേഴ്സറിയിൽ നിന്ന് കിട്ടിയ NPK 19 ചോദിച്ചപ്പം നമുക്ക് കിട്ടിയത് ഈ ഒരു വളമാണ്. നമ്മളിതിനകത്ത് നിന്ന് 2 നണിയെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് വളരെ സെൻസിറ്റീവായ പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. വേറെ 2 നണിയെ ഇടുന്നുള്ളൂ. അതും ചൂട് കാലാവസ്ഥയാണ്. രാസവളങ്ങൾ തോനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പം അധികം ആവരുത്, 2 നണി മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ജൈവവളം ഉള്ളൊരു ജൈവവളം ഇട്ട് കൊടുത്താൽ മതി. വെർമി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പച്ച ചാണകം പുളിപ്പിച്ചത് ഉണ്ടെങ്കിൽ അത് ഇരട്ടി വെള്ളം ചേർത്ത് പൊഴിച്ചു കൊടുക്കാം. എന്തുമായാലും ഈ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കുകയും ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലെത്തി. നമ്മുടെ പ്ലാന്റ് നല്ല ആരോഗ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വളം കൊടുക്കുന്നത്. പ്ലാന്റ് നല്ലതുപോലെ ഹെൽത്തി ആയതിന് ശേഷം മാത്രം നമ്മൾ വളം കൊടുക്കുക. പ്ലാന്റ് നല്ല ആരോഗ്യത്തോടു കൂടി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന മുട്ടുകൾ ഒന്നും നിൽക്കാൻ സമ്മതിക്കരുത്. അതെല്ലാം കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്ലാന്റ് നല്ല ഹെൽത്തി ആയതിന് ശേഷം മാത്രം ഫ്ലവർ ചെയ്യാൻ വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ പ്ലാന്റ് ഇപ്പം നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഫ്ലവർ ഒന്നും ഞാൻ കട്ട് ചെയ്ത് കളയാതിരുന്നത്. സൈഡിലത്തെ മണ്ണ് ഒന്ന് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം വളം ഇട്ട് കൊടുക്കാം. വേരിലോ അതിൻ്റെ തണ്ടിലോ ഒന്നും ഒരു കാരണവശാലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം തട്ടരുത്. ദൂരെ കൂട്ടി മാത്രമേ ഇട്ട് കൊടുക്കാവൂ. രാസവളങ്ങളായാലും ഏത് വളങ്ങളായാലും നമ്മൾ കൈകൊണ്ട് എടുക്കാത്തതായിരിക്കും നല്ലത്. എന്തെങ്കിലും കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഇത്രയും മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ വളം. ഇത്രയും മാത്രമേ ഒരു പ്ലാന്റിന് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതും മണ്ണ് മാറ്റിയതിന് ശേഷം ദൂരെ കൂട്ടിയേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരു കാരണവശാലും പ്ലാന്റിൻ്റെ അടുത്ത് തണ്ടിലും ഒന്നും തട്ടാതെ ദൂരെ കൂട്ടി നമ്മൾ ഇട്ട് കൊടുക്കണം. എല്ലാത്തിലും നമ്മൾ ആ ഒരളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ നമ്മുടെ പിങ്ക് കളറിലെ NPK ഉണ്ടല്ലോ, അത് നേരിട്ടിട്ട് കൊടുക്കണ്ട. അത് സ്പ്രെയറിനകത്ത് ഇട്ടിട്ട് അത് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി. ഫെർട്ടിലൈസറായിട്ട് അടിച്ചു കൊടുക്കുന്നതായിരിക്കും അത് ഏറ്റവും നല്ലത്. അതും അതുപോലെ തണ്ടിലും ഇലയിലും മണ്ണിലും എല്ലാം അത് നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ അതില്ല. അതിന് പകരം ഇതായിരുന്നു ഇരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത്, ഈ NPK ഇട്ട് കൊടുക്കുന്നത്.
DAP ഉണ്ടെങ്കിൽ DAP ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ ഓരോ ഘട്ടമായിട്ടുള്ള ഓരോ കെയറിങ്ങും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ളതൊക്കെ അടുത്ത വളം കൊടുക്കുന്നതും ഒക്കെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. ലോങ് വീഡിയോ ഇടുമ്പം കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പം ചൂടാണ്, അങ്ങോട്ട് നല്ല അടിപൊളി തിളയ്ക്കുന്ന ചൂടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഈ ബോൾസമൊക്കെ കഴിവതും ഉള്ളവരൊക്കെ ഒന്ന് സംരക്ഷിച്ച് നിർത്തണം. എന്നാലേ അടുത്ത ഈ മഴയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെയും ഇത് നമുക്ക് നല്ലതുപോലെ വെച്ച് പിടിപ്പിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നും പൂ കാണും. ഈ ഒരു ചെടിയൊക്കെ ഉണ്ടെങ്കിൽ എന്നും നമ്മുടെ ഗാർഡൻ പൂക്കളാൽ മനോഹരമായി തന്നെ നിൽക്കും. അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ചെറിയൊരു തണ്ടെടുത്ത് വെച്ചാൽ മതി കിളിപ്പിക്കാൻ, പെട്ടെന്ന് വേര് പിടിച്ച് വരും. അതുപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കൂടെ തന്നെ പ്ലാന്റൊക്കെ ആരെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ അവരും ഈ വളമൊക്കെ കൊടുക്കാൻ സമയമായിട്ടുണ്ട്. വളമൊക്കെ ഇട്ട് കൊടുക്കുക. ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ. ഓക്കെ, ബൈ ബൈ.